എല്ലാവർക്കും മിച്ചീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമെത്തുന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഒരു ചെറിയ വീഡിയോയാണ്. ഇന്നാണെങ്കിൽ പെട്ടെന്നെല്ലാം ജോലികളെല്ലാം ചെയ്ത് തീർത്ത് മാർക്കറ്റിൽ ബീഫ് വാങ്ങിക്കാൻ പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പോയി ഫ്ലോപ്പായിട്ടൊക്കെ ഇങ്ങനെ തിരിച്ച് വന്ന് അങ്ങനെ കുറേ സമയം പോയി. ഇവിടെ അടുത്തൊന്നുമല്ല, നമുക്ക് പോകുന്നത് റോഡ് അത്ര നല്ല റോഡും അല്ല. അപ്പോൾ അരമണിക്കൂർ ഒരു ഞാൻ പോയ വഴിക്ക് റീച്ചാനോട് പറയായിരുന്നു, ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമെന്ന് പറയുന്നതും മുംബൈയാണ്. കാരണം ഗല്ലികളി എല്ലാം അങ്ങനെയുള്ള റോഡിലാണ് പോയത്. അപ്പോൾ എല്ലാം ആൾക്കാരും ക്രൗഡുമായിട്ട് നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകാനൊക്കെ പ്രയാസമായിരുന്നു. എന്തെങ്കിലും വരുമ്പോൾ സാധനം കിട്ടിയോ അതുമില്ല, 1.5 മണിക്കൂർ പോയി കിട്ടിയെന്നുള്ളത്. അതൊക്കെ ഒരു വല്ലാത്ത ഒരു ഇതാണ്. കാരണം ഒരു വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോവുകയെന്ന് വെച്ചാൽ എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം പോകാൻ. അല്ലാതെ പിള്ളേരെ അങ്ങ് വിട്ടിട്ട് വീട്ടിൽ വേറെ ആരുമില്ല നമുക്കങ്ങ് ഇറങ്ങിപ്പോയി. ഇതിപ്പോൾ അപ്പച്ചനുണ്ട്, അപ്പച്ചന് എല്ലാം ഒരുക്കി വെച്ചിട്ടൊക്കെ പോകണം കഴിക്കാനുള്ളത്. പിള്ളേർ സ്കൂളിൽ പോയെന്ന് പറഞ്ഞാലും നമ്മൾ എല്ലാം രാവിലത്തെ എല്ലാം ഒന്ന് ഒതുക്കി വന്നിട്ട് വേണം ബാക്കി എന്നാൽ വന്നിട്ട് ചെയ്യാന്നുള്ള രീതിയിലൊക്കെയാണ് പോയത്. ഒരു ദിവസം ഇറങ്ങി പോകണമെങ്കിൽ അതുപോലുള്ള ഇതാണ്. പിറ്റേ ദിവസവും പോകണമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങ് തരാം. കാരണം നമുക്ക് പിന്നെ തലേന്നും രാത്രിയിലും നല്ല ജോലിയായിരുന്നു. ഇന്ന് അച്ചാറിടണമെന്നുള്ള ഇതുള്ളത് കൊണ്ട് നമ്മൾ എല്ലാം തലേന്ന് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം പൊളിച്ചൊക്കെ വെക്കുകയും എല്ലാം തയ്യാറാക്കി വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ സമയം കുറേ അങ്ങ് പോയായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ട് രാവിലെ ആകെ ഫ്ലോപ്പായി. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെന്താ, കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് ഞാനില്ലേ ചോളപ്പൊടിയും കൊണ്ട് ഞാനത് പറയാൻ മറന്നുപോയി. ഇന്നലെ ഇന്ന് ഞാൻ പറയില്ല, ചിലരുടെ റിപ്ലൈയൊക്കെ പാത്ത് കിടക്കുമായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് കിട്ടി. അപ്പോൾ ഇത് 2-3 ദിവസത്തിന് മുമ്പിട്ടുള്ള കമൻറ്റാണ്. അപ്പം ഞാൻ ഇന്നലെ പാതിരാത്രിയായി, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഞാൻ അതിൻ്റെ അകത്തങ്ങ് റിപ്ലൈ കൊടുത്തു. പിന്നെ ഞാൻ ഇൻട്രോ നേരത്തെ അങ്ങ് പറഞ്ഞായിരുന്നല്ലേ, ചോളപ്പൊടിയുടെ കാര്യം ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചാന്നോന്ന് അനിതയാ ചോദിച്ചത്. അപ്പം ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ നമ്മുടെ ഇവിടെ അടുത്ത് മില്ലിൽ പൊടിച്ച് വെച്ചത് അങ്ങനെ മില്ലിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഡിമാർട്ടിനും ഉണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ അങ്ങനെ ഡിമാർട്ടിൽ പോകാറില്ല. കാര്യം ഡിമാർട്ടിൽ പോയാൽ കാണുന്നതെല്ലാം വലിച്ചെടുത്ത് 1-2 മാസം അടുപ്പിച്ച് ഡിമാർട്ടിൽ പോയാൽ നമ്മൾ സേവിങ് ചെയ്ത് വെക്കുന്നതെല്ലാം പൊട്ടിപ്പോവും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കായി കൂടുതൽ നോക്കുമ്പം ചിന്തിക്കും 100 രൂപയല്ലേ, അല്ലെങ്കിൽ 200 രൂപയല്ലേ, അല്ലെ 50 രൂപയല്ലേ, ഇങ്ങനെ ഓരോന്ന് എടുക്കും. അല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ബില്ലടിക്കുമ്പം തലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ ഒരു നല്ലൊരു എമൗണ്ട് വരും. അതെന്തോ കൂടുതലും ഞാൻ ഈ വാങ്ങിക്കുന്നത് ഇങ്ങനെയുള്ള കാണുമ്പോൾ നമ്മൾ സ്ത്രീകൾക്കെല്ലാം ഓരോ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഓരോന്നൊക്കെ വാങ്ങിക്കണമെന്ന് തോന്നുമല്ലേ, അങ്ങനെയുള്ള ഇതാണ്. അതുകൊണ്ട് ഞാനിപ്പം വല്ലപ്പോഴേ ഡിമാർട്ടിൽ പോകാറുള്ളൂ. മറ്റേത് സ്ഥിരം മാസം ഡിമാർട്ടിൽ പോയി. പക്ഷേ ഡിമാർട്ടിൽ ഒരു ഇതുണ്ട്, ഡിസ്കൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ചില സാധനങ്ങൾക്കൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഈ കൊച്ചുങ്ങൾക്കൊക്കെ ടിഫിനിൽ കൊണ്ടുപോകാനേ നല്ലതാണ്. അപ്പോൾ ഈ റീച്ചാൻ ഈ ഡിമാർട്ടിൽ പോകുന്നുണ്ടെങ്കിൽ റീച്ചാൻ്റെ അടുത്ത് ഞാൻ പറയാം, എനിക്ക് നല്ലെണ്ണയൊക്കെ ഡിമാർട്ടിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ച നല്ലെണ്ണ വിനെഗറൊക്കെ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പം റീച്ച പോകുമ്പോൾ ഈ ടിക്കി ഒന്നിച്ച് വെജിറ്റബിൾ ടിക്കിയോ ചിക്കൻ ടിക്കിയോ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അത് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് ബർഗർ ബണ്ണിലും അല്ലാതെ ബ്രെഡിലും ഒക്കെ വെച്ച് ഇവർക്ക് അത് ഈ കൊച്ചുങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. അത് പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ടിഫിനിലൊക്കെ കൊടുത്തു വിടാം. അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അതുകൊണ്ട് എനിക്ക് ചില ദിവസങ്ങളിൽ അത് എളുപ്പമാണ്. ഓക്കെ. അപ്പം ഇന്ന് രാവിലെ പ്രൈസമ്മോന് ഒരു 11:30 പോയാൽ മതിയല്ലോ. അപ്പോൾ ഏറ്റവും അങ്ങനെ രാവിലെ എണ്ണിക്കേണ്ടത് അതുകൊണ്ടുമല്ല, ഇന്നലെ രാത്രിയിലാണെങ്കിൽ എല്ലാം എൻ്റെ ചെയ്ത് ഇരുന്നിരുന്ന് ഒത്തിരി നേരം ഇങ്ങനെ ഇരുന്നാലും എനിക്ക് പ്രശ്നമാണ്. ഞാൻ പറഞ്ഞില്ലേ, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൊളിച്ച് എല്ലാം ഇന്ന് അച്ചാറിടണമെന്നുള്ള രീതിയിലെല്ലാം തയ്യാറാക്കി വെക്കണമായിരുന്നു. അപ്പോൾ രാത്രി കുറേ കഴിഞ്ഞ് ഒത്തിരി ലേറ്റായിട്ടാണ് ഞാൻ കിടന്നിട്ടൊട്ട് ഉറക്കവും വന്നില്ല. നേരം വെളുത്തപ്പോഴാണ് ഒന്ന് കണ്ണി ഉറക്കം പിടിച്ചേ. അപ്പം ഒന്ന് എണീറ്റ് ഞാൻ കുറച്ച് നേരം ഇരുന്നു. എണീറ്റെന്നാൽ അടുക്കളയിൽ പോയി ചായയൊക്കെ ഇടാമെന്നും പറഞ്ഞു. സത്യം പറഞ്ഞാൽ മനുഷ്യനല്ലേ, ക്ഷീണമൊക്കെ ഇല്ലേ, അങ്ങ് പിന്നെയും അങ്ങ് കിടക്കണമെന്നങ്ങ് തോന്നി. അത്രയ്ക്ക് എനിക്കങ്ങ് ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥത. അങ്ങനെ ഇച്ചിരി കൂടെ ഒന്ന് കിടന്നിട്ട് ഇച്ചിരി ലേറ്റായിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞില്ലേ,
ടിക്കി ഇങ്ങനെ വെജിറ്റബിൾ ടിക്കി ഇരിപ്പുണ്ട്, അത് ഇന്ന് ബ്രെഡിൻ്റെ അകത്ത് ഉണ്ടാക്കാമെന്നും പറഞ്ഞാൽ ഇരുന്നത്. അപ്പം എണീറ്റ് വന്നാണ് അതെല്ലാം അരിഞ്ഞ് വരുമ്പം ഇത്തിരി സമയമാകുമെന്നും പറഞ്ഞ് ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പം ഡാഡിക്ക് ഞാൻ ചക്ക വരട്ടി ഉണ്ടായിരുന്നല്ലേ അത് തേച്ച് അത് ഡാഡിക്ക് അതൊക്കെ നമ്മൾ നാട്ടിൽ ജനിച്ച് വളർന്നവർക്കൊക്കെ ചക്ക വരട്ടിയൊക്കെ ഇഷ്ടമല്ലേ. പക്ഷേ റീച്ചാൻ ആ ടേസ്റ്റ് ഇഷ്ടമായില്ല. അപ്പം പ്രൈസമ്മോൻ ഇപ്പോൾ ഇതാ വന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കാണിരുമ്പോൾ അന്ന് ഞാൻ കുഴക്കട്ടയ്ക്കകത്ത് ഇട്ടുണ്ടാക്കിയുണ്ടെങ്കിൽ ആൾക്കാർക്ക് അത്രയും മനസ്സിലായില്ല. ഇപ്പോൾ ഇതിങ്ങനെ അപ്പച്ചനെടുത്ത് കൊടുക്കുന്നുണ്ടോണ്ടേ അവൻ വന്ന് ചോദിക്കുമായിരുന്നു അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടത്. അങ്ങനെ അവൻ ഇച്ചിരി ടേസ്റ്റ് കൊടുത്തതാണ്. അപ്പം ഡാഡി എടുത്ത് ചോദിച്ച് എന്നാൽ ചപ്പാത്തി ഇതും ഞാൻ ഡാഡിക്ക് കൊടുത്തു. പക്ഷേ ഇത് ഉണ്ടാക്കാൻ സമയം എടുക്കുന്നത് കൊണ്ട് ചപ്പാത്തി ഇങ്ങനെ റോള് ചെയ്ത് തരട്ടെ എന്ന് ചോദിച്ചു. ജാം വേണേ ജാമുണ്ട്, പഴം വേണേ പഴം. എന്നാൽ അപ്പം ഡാഡി പറഞ്ഞു ചക്ക വരട്ടി ഇങ്ങനെ തേച്ച് തരാൻ പറഞ്ഞു. പിന്നെ ഞാൻ ചിന്തിച്ച് ഇന്ന് ടിക്കി എടുക്കണ്ട, ഈ വെജിറ്റബിൾ മാത്രം വെച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന്. കാക്കടിയും സവാളയും ടൊമാറ്റോയും എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വെച്ച് ഉണ്ടാക്കാമെന്ന്. അതേസമയം ഈ ടിക്കിയും നമുക്ക് എമർജൻസിയിലുണ്ടെങ്കിൽ നമുക്കിത് എളുപ്പം ഉണ്ടാക്കി കൊടുക്കാനും നല്ലതാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഞാനത് എടുത്തത് കൊണ്ട് ഇന്ന് എടുത്തില്ലെന്നേ ഉള്ളൂ. എനിക്കിപ്പോൾ ഇത്തിരി രാവിലെ വയ്യാഴ പോലൊക്കെ തോന്നി, അതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഇതുണ്ടാക്കാമെന്നും പറഞ്ഞു. അപ്പം ഞാൻ അന്ന് കൊച്ചിന് ഇന്നലെ ഉണ്ടാക്കിയ ഈ ഗ്രീൻ ചട്നി കുറച്ചുണ്ടായിരുന്നു. അപ്പം ഇത് പോളിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ സാൻഡ്വിച്ചിൻ്റെ അകത്ത് ഇത് തേച്ചിട്ട് അവന് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് ബ്രെഡ് ഉണ്ടെങ്കിൽ അവർക്ക് വൈകിട്ടൊക്കെ സ്നാക്സ് പോലെ ഉണ്ടാക്കി കൊടുക്കാൻ ഈ മയോണൈസും ടൊമാറ്റോ സോസും കൂടെ തേക്കുന്നതിനേക്കായി ഈ ഗ്രീൻ ചട്നിയും കൂടെ ഞാനൊരു ഇച്ചിരി തേച്ചോളൂ. ഞാൻ പറഞ്ഞില്ല ഇച്ചിരി എരിവുണ്ടായിരുന്നു, പക്ഷേ മയോണൈസൊക്കെ തേക്കുന്നുണ്ടേ അതിൻ്റെ എരിവൊന്നും അറിയാനില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇച്ചിരി ടൊമാറ്റോ സോസും മയോണൈസും ഈ ചട്നി എല്ലാം കൂടെ ഒന്ന് തേച്ചിട്ട് അതുണ്ടാക്കിയോണ്ടേ സത്യം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ ഈ റീച്ചാൻ കൊണ്ടിരുന്നത് മല്ലിയില റീച്ചാൻ ഈ മസാല വാങ്ങിക്കുന്നതിന് അവർ കുഞ്ഞൊരു ബണ്ടിൽ മല്ലിയിലയും കൂടെ കൊടുക്കും. ഞാൻ അത് 2 ദിവസം ആ ഞാൻ അതിൻ്റെ മൂട് കണ്ടിച്ച് വെച്ചാലും അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ അത്രയും സ്ഥലം പോകണ്ടെന്ന് പറഞ്ഞ് ഞാനെടുത്ത് കറിവേപ്പിലയാണെങ്കിൽ ഞാനിങ്ങനെ നന്നായിട്ട് അതെടുത്ത് ഒതുക്കി വെക്കും. ഇതും ഞാൻ ചിലപ്പം ഇങ്ങനെ ഈ നമ്മൾ പാവ് ഭാജിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇടണമെന്ന് പറഞ്ഞ് ഞാൻ പാത്രത്തിൽ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെക്കും. ചിലപ്പോൾ ഞാൻ ചെയ്യാറില്ല. അത് 2 ദിവസം പറഞ്ഞില്ലാവും. ഒന്നീ അനുവിനെടുത്ത് കൊടുക്കും, പിന്നെ അല്ലെങ്കിൽ ഞാൻ കഴിവതും കഴിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വാങ്ങിക്കണ്ട, അതിനോടുള്ള കറിവേപ്പിലേക്ക് തരാൻ പറഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ ഇത് ഇനി ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഇവന്മാർക്ക് ഞാൻ പറയും ഇവർക്ക് കൊച്ചുങ്ങൾക്കൊക്കെ ഇത് കൊച്ചുങ്ങൾന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പിള്ളേർക്കെല്ലാം ഇങ്ങനെയുള്ള ചട്നി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ആണെങ്കിൽ ഈ സമോസയ്ക്കകത്തൊക്കെ നമ്മളിപ്പം ബേക്കറിയിൽ എവിടെ നിന്നാലും സമോസ വാങ്ങിക്കുവാണെങ്കിലും അവർ ഇതുപോലെ നമുക്കൊരു ഇതിൻ്റെ അകത്ത് പൗച്ചിൻ്റെ അകത്ത് ഈ ഗ്രീൻ ചട്നി തന്നു വിടും. അപ്പം ഞാനിതെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ എല്ലാം ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് ഞാൻ അപ്പം റീച്ചാൻ ഈ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പം മറന്നു പോകുമല്ലേ. അപ്പം ഞാൻ ഇവിടുന്ന് ഫോൺ ചെയ്ത് ഒരു ദിവസം ഞാനൊരു 10-15 പ്രാവശ്യമെങ്കിലും റീച്ചാനെ വിളിക്കും, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർപ്പിക്കാനും പറയാനുമല്ല. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞ് ബീഫുകാരുടെ അടുത്തൊന്ന് പറയണേ നാളെ നമുക്ക് ബീഫ് വേണമെന്ന്. പറയാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ലാസ്റ്റ് ടൈം ഇതുപോലെ ഞാൻ റീച്ചാൻ്റെ അടുത്ത് പറഞ്ഞ് റീച്ചാൻ പക്ഷേ ജോലിയുടെ തിരക്കുകൊണ്ട് എന്നാൽ ഞാൻ ആ ഫോൺ ചെയ്ത് പറഞ്ഞ സമയത്ത് അങ്ങ് പറഞ്ഞേണ്ടത് റീച്ചാൻ ഇച്ചിരി കഴിഞ്ഞ് വിളിക്കാമെന്ന്. ആദ്യം അങ്ങോട്ട് വിളിച്ചോണ്ട് അയാൾ എടുത്തില്ല, പിന്നെ മറന്നും പോയി. പിറ്റേന്ന് പിന്നെ നമ്മൾ ചെന്നിട്ട് അന്നും തിരിച്ചു വന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, തിരിച്ചു വന്ന്. കാരണം നമ്മൾ പറഞ്ഞാലേ അവർ നല്ല സാധനം എടുത്ത് വെക്കൂ. ഇവിടങ്ങളിലുള്ളവരെല്ലാം ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ അറിയാം, അവർക്കൊക്കെ കൂടുതൽ ഫാറ്റ് ചോദിച്ച് വാങ്ങിക്കും. അപ്പം നല്ല നമ്മൾ ഈ സൗത്ത് ഇന്ത്യൻ മലയാളികളെ ഉള്ളെന്ന് തോന്നുന്നു അധികം ഫാറ്റ് വേണ്ടാന്ന് പറയുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഫാറ്റ് ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പം നമുക്ക് അച്ചാറിനാകുമ്പോൾ അവർ നല്ല ഒട്ടും ഫാറ്റില്ലാത്തത് പറഞ്ഞ് അതും ഞങ്ങൾക്കൊരു സമയം തരും. ആ സമയത്താണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇവർ കട്ട് ചെയ്ത് തരേണ്ടിയിട്ട്, അല്ലെങ്കിൽ നേരത്തെയൊക്കെ ഞങ്ങളിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരത്തേ ഉള്ളായിരുന്നു ഞാനാ കട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സമയം പോകും. അവർക്ക് കട്ട് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. പക്ഷേ നാട്ടിലുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാം. കാരണം ബെൻസി പറയാം അവിടെ നന്നായിട്ട് അവർ കട്ട് ചെയ്ത് തോന്നുന്നു. ഇവർക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേ ചെയ്യൂ. അങ്ങനെ ഇപ്പോൾ അവിടെയുള്ള ആ ഒരാൾക്ക് അയാളെ ഞങ്ങൾക്കിത് കട്ട് ചെയ്ത് തരുന്നത്, അയാളെ പ്രതിയാണ് ഞാൻ ഈ നന്നായിട്ട് കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ പോകുന്നത്. അല്ലെങ്കിൽ വേറൊരാളെ അയാൾ പരിചയപ്പെടുത്തി തന്നെയായിരുന്നു. അപ്പം ഞാനിങ്ങനെ കാര്യം പറഞ്ഞ് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിള്ളേർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ട്, എനിക്കും അത് ഇപ്രാവശ്യത്തെ ഇത് നല്ലതായിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നതല്ല, നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു.
കഞ്ഞി തിളപ്പിച്ച് വെച്ചു, കുടിക്കാൻ വെള്ളം വെച്ചു, പിന്നെ തുണി കഴുകാനിട്ടേക്കുക. തുണി വന്നിട്ട് വിരിക്കാം, പിന്നെ ബാക്കി കാര്യങ്ങളും വന്നിട്ട് ചെയ്യാം. തോരനൂടെ വെച്ചിട്ട് പോകാം, അന്നേരം വന്നിട്ട് പിന്നെ ചപ്പാത്തിയൊക്കെ കൊടുക്കണമെങ്കിൽ ഇത് കൂട്ടി കൊടുക്കാമല്ലേ. അപ്പം പിന്നെ സവാളയൊക്കെ മഴക്കോളും ഉണ്ട്, നല്ല മഴക്കോള്. അപ്പോൾ എനിക്ക് ഞങ്ങളീ പോകുന്ന വഴി കൂടെ നമുക്ക് ബൈക്കും കൊണ്ടൊക്കെ പോകാനേ ഒക്കത്തുള്ളൂ. ബൈക്കാണെങ്കിൽ എനിക്ക് മഴയാണെങ്കിൽ റെയിൻ കോട്ട് ഉണ്ട്, പക്ഷേ എനിക്ക് ആ റെയിൻ കോട്ട് ഇടുമ്പോൾ അങ്ങ് വല്ലാത്തൊരു വെപ്രാളോ, ഭയങ്കര ചൂട് പോലൊക്കെയാണ്. അതുകൊണ്ട് റേച്ചാൻ റെയിൻ കോട്ട് എടുക്കും, ഞാൻ കുട തൂത്ത് പിടിക്കും. എന്നിട്ട് ഞാൻ പറയും പതുക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ പോകുന്ന വഴി കൂടെ പതുക്കെ പോകാനൊക്കത്തുള്ളൂ, സ്പീഡിൽ പോകത്തതില്ല. പറഞ്ഞില്ലേ, ഇങ്ങനെ ചെറിയ ചെറിയ റോഡുകളാണ്, അവിടെ മൊത്തം പിള്ളേരൊക്കെ ക്രിക്കറ്റ്, മഴയത്താണെങ്കിലും ക്രിക്കറ്റ് കളിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ക്രൗഡാണ്, ഒത്തിരി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി സൂക്ഷിച്ചേ പോകാനൊക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് റെയിൻ കോട്ട് ഇടാൻ പറ്റാത്തതുകൊണ്ട് മഴയെ ഇങ്ങനെ പെയ്ത് ചാറി നിൽക്കുക. എന്തായാലും തിരിച്ചു വന്നാൽ ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ തോരനൊക്കെ ഒന്ന് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ എളുപ്പം പോയി. അവരൊരു 11:30 ആകുമ്പം വരാൻ പറഞ്ഞു, 11:30 12 മണി ആകുമ്പോഴത്തേന് വരാൻ പറഞ്ഞ്. കാരണം ഞങ്ങൾ കൊച്ചിനെ ഒരുക്കി, പോൾമോനെ ഒരുക്കി, പോൾമോൻ്റെ അടുത്ത് പ്രീസമോനെ ഒരുക്കി പോൾമോൻ്റെ അടുത്ത് പറഞ്ഞ് കൊണ്ടുപോകണേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവിടുന്ന് ഇത്തിരി യാത്രയുണ്ടെന്ന്. അങ്ങനെ റേച്ചാൻ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണം ഓഫീസിൽ പോകാനും. പോയിട്ട് വന്നു, ആകെ ഫ്ലോപ്പായിട്ട് വന്നു. കാരണം റേച്ചാൻ വിളിച്ചു പറഞ്ഞത് വേറൊരു ബീഫ് കറിയാണ്. ഞാൻ ഇന്നാളെ പറഞ്ഞില്ലേ, അവിടെ നിന്ന് വാങ്ങിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല, അതിൽ ഇങ്ങനെ പൊടി പോലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ചെന്നാൽ ഇവർ പറയൂ ഞങ്ങൾക്ക് വിളിച്ചില്ലല്ലോ എന്ന്. എല്ലാവരുടെയും സമയം പോയി, 1.5 മണിക്കൂർ പോയി കിട്ടി. ഇനി നാളെ പോകണം. ഇന്നിപ്പോൾ ഉള്ളത് നമ്മൾ തലേന്നേ പറഞ്ഞാലല്ല അവർ നല്ല ഇതുപോലുള്ളത് കൊണ്ടുവരത്തുള്ളൂ, അല്ലെങ്കിൽ ഫാറ്റായിട്ടുള്ളത് ആൾക്കാർക്ക് കുഴപ്പമില്ലല്ലേ. അങ്ങനെ ഇനിയിപ്പോൾ വന്ന ഡാഡിക്ക് കഴിക്കാൻ കൊടുത്തു. ഇനി അടുത്ത പരിപാടികൾ ചെയ്യുക. തുണി വന്നിട്ട് വിരിച്ചു, തുണിയെല്ലാം വിരിച്ചിട്ടിപ്പം അതിൻ്റെ ഇനിയിപ്പം വെള്ളം തിളപ്പിക്കാൻ ഒരു ചെരുവം തിളപ്പിച്ച് വെച്ചിട്ടാണ് പോയത്. ഇനി ബാക്കി ഒരു ചെറിയ ചെരുവുണ്ട്, അതുകൂടെ ഒന്ന് തിളപ്പിക്കട്ടെ. ഓക്കെ, എന്താ പറ്റിയെന്ന് അറിയിച്ചാൽ പഴയ മൊബൈൽ കേടായിരുന്നല്ലേ, പുതിയതായതിനെ സേവ് ചെയ്തത് പേര് വരുന്നില്ല. അങ്ങനെ ബീഫെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ വിളിച്ചോണ്ടേ മറ്റേ ആൾക്കായിപ്പോയി. ഇതിൽ സ്ഥലമില്ലെന്നും പറഞ്ഞ് വരുന്നല്ലേ, എന്താവാ. അപ്പം അയാളുടെ നല്ലതല്ലേ. ഞാൻ പറഞ്ഞ അവിടുന്ന് വേണ്ട, ചുമ്മാ നമ്മൾ 5-6 കിലോയൊക്കെ വാങ്ങിച്ചിട്ട് അത്രയും നഷ്ടവും. അവർ ചൊവ്വ കണ്ടിച്ചും തരത്തില്ലായിരുന്നു അന്ന്, ചുമ്മാ പല പോലെ കണ്ടിച്ച്. ആദ്യത്തെ ഒരു പ്രാവശ്യം നല്ലതായിട്ട് തന്നേ ഉള്ളൂ, പിന്നെ തന്നിട്ടില്ല. അപ്പം ചേച്ചൻ വിളിച്ച് പറഞ്ഞ് എനിക്കൊരു അസൗകര്യമുണ്ട്, അവർക്കൊക്കെ അങ്ങ് വിറ്റ് പോകുമല്ലോ, ഇന്ന് വരാക്കത്തില്ലെന്ന്. പിന്നെ ഇവർ പറഞ്ഞ് നാളെ എടുത്ത് വെച്ചേക്കാണ്. അപ്പം ഞാൻ എന്തോ അബദ്ധം പറ്റിയാന്ന് ചോദിച്ചാൽ ആ മൊബൈലിലെ സിം എടുത്ത് വേറൊരു മൊബൈൽ ഇട്ടപ്പോഴത്തേക്കിന് ഈ സേവ് ചെയ്തവരുടെ പേരങ്ങ് പോയി, നമ്പർ മാത്രമേ ഉള്ളൂ. എനിക്ക് നമ്മൾ മൊബൈലിൽ സേവ് ചെയ്യും, അല്ലാതെ സിമ്മിൽ സേവ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഉണ്ടല്ലേ. അപ്പം ഞാനാണേലും എൻ്റെ ഒരു പ്രാവശ്യം എൻ്റെ അച്ചാറിൻ്റെ നമ്പറിൽ ആ മൊബൈൽ പന്നലായണേ, അതിൽ സിം എടുത്ത് എൻ്റെ മൊബൈലിൽ ഇട്ടപ്പോഴും ഇതുപോലെ എൻ്റെ കുറേ പേരുടെ പേരങ്ങ് പോയി, നമ്പർ മാത്രമേ ഉള്ളായിരുന്നു. അതുപോലെ റീച്ചാനും ഈ പുള്ളിക്കാരൻ്റെ പേരൊക്കെ അറിയായിരുന്നു. അന്നേരം ഈ പേരിൽ 3-4 നമ്പർ വന്ന് ഈ ബീഫ് എന്നും പറഞ്ഞ് സെർച്ച് ചെയ്തത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ തന്നെ ഈ ആളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ഒരു പ്രാവശ്യം എന്തോ സംതിങ് ഇത് പ്രോബ്ലം വന്നോണ്ടേ ആ പുള്ളിക്കാരൻ പറഞ്ഞ് ഇന്നടുത്ത് ഒരിടത്തുണ്ടെന്ന്. അവിടെ നിന്ന് പറയാൻ എനിക്ക് പോകാനൊക്കത്തില്ല, ഭയങ്കര ഇങ്ങനെ ഇവിടെ നാട്ടിലുള്ളവർക്കൊന്നും അത് മനസ്സിലാവത്തില്ല, ഇവിടങ്ങളിലുള്ളവർക്കറിയാം. ഇങ്ങനെ ഗല്ലി പോലെ ഭയങ്കര ആൾക്കാരും. എനിക്ക് അപ്പോഴത്തേക്ക് വെപ്രാളം വരും, അങ്ങനെയുള്ള ഒരു ഏരിയയ ആ ബീഫ്. അപ്പോൾ അവരൊട്ട് നന്നായിട്ട് വെട്ടിയും തരാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു റീച്ചാൽ അതിനെ പറ്റിയൊന്നും അറിയത്തില്ലല്ലേ. അവരെ വെട്ടുന്ന തടിയുടെ പൊടിയും കൂടെ ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അന്ന് ഞാൻ ഒരു ദിവസം മൊത്തം, കാരണം നമ്മൾ 1-2 കിലോ ആണെങ്കിൽ പോട്ടെന്ന് പറഞ്ഞ അച്ചാറിന് വാങ്ങിച്ചത്. ആദ്യത്തെ പ്രാവശ്യം അവർ നന്നായിട്ട് തന്ന ആ തടി, അതിൻ്റെ അകത്തെ പൊടിയൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അന്നേരം അവർ പറഞ്ഞ് കഴിയുമ്പോൾ അങ്ങ് പോകുമെന്ന്. ഞാൻ കഴുകിയിട്ടൊന്നും പോയില്ല. പിന്നെ ഞാനിരുന്ന് കുത്തിയിരുന്ന് എടുത്ത് എൻ്റെ ഊപ്പാട് വന്ന്. നമ്മൾ ചെയ്യുന്നത് ആത്മാർത്ഥതയോടെ ചെയ്യണ്ടേ. അതിൽ പിന്നെ ഞാൻ പറഞ്ഞ് അവിടെ നിന്ന് വാങ്ങിക്കണ്ടെന്ന്. അപ്പം അങ്ങനെയുള്ളൊരു സംഭവമാണ്. ഞങ്ങളവിടെ വലിയ എന്നിട്ട് ഞങ്ങൾ ആ കടയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്നപ്പം
വീണ്ടും ഫോൺ വന്ന് എവിടാന്നും പറഞ്ഞ്. അപ്പോൾ റീച്ചാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ കടയുടെ ഫ്രണ്ടിൽ വന്നു. അപ്പോൾ ചെന്നകത്ത് കയറിയാണ് ഇവർ നിന്ന് അമ്പരക്കുക. അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ് എനിക്ക് മിസ് കോൾ എന്തായാലും റീച്ചാൻ ഈ പുള്ളിക്കും മിസ് കോൾ ചെയ്ത് പുള്ളി എടുത്തില്ല. എനിക്ക് മിസ് കോൾ വന്ന് എനിക്ക് ബിസി ആയതുകൊണ്ട് ഞാൻ എടുത്തില്ലെന്ന്. അപ്പോൾ ഇങ്ങനെ സാധാരണ എനിക്കാണെങ്കിൽ അങ്ങ് ആകെ നമ്മൾ ഒരു ദിവസം ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ബുദ്ധിമുട്ട് അമ്മക്കറിയാം, വീട്ടിലുള്ള അമ്മമാർക്കറിയാം. പിന്നെ നാളെ അതുപോലെ പോകണമെന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചാലല്ല പറ്റത്തുള്ളൂ. എന്തോ അതിന് അങ്ങനെ ഒരു അബദ്ധം പറ്റി പോയിട്ട് തിരിച്ചു വന്ന് ഇനി നാളെയും പോകണമെന്ന് ഉള്ള ഇതായണേ ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ എന്നാലും ഈ കടക്കാർ പറഞ്ഞ് ടെൻഷൻ എടുക്കണ്ട, അതങ്ങ് വിറ്റ് വയ്ക്കോളും. ആ പുള്ളിക്കാരനോട് പറഞ്ഞ് വരാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞു അവിടെ നിന്നാണെങ്കിൽ ഒട്ടും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അല്ലേലും ആ പുള്ളിക്കാരൻ അരമണിക്കൂർ കൊണ്ട് വിളിച്ച് പറഞ്ഞ് ആ സാധനം ഒരാൾക്ക് കൊടുക്കാൻ പോവാന്ന് പറഞ്ഞ് അവർക്കൊക്കെ പെട്ടെന്ന് തീർന്നോളും. അതൊക്കെയായിരുന്നു സംഭവങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇന്നിപ്പം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഇൻ്റർവ്യൂവിൽ വന്ന് നിർത്താനും ഞാൻ വന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. എന്നിട്ട് ആ ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.